സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദനാണെങ്കിൽ ഋഷിയെ കൊന്ന ആ ഒരു സത്യം ദേവികയോട് തുറന്നു പറയാണ്. ഇതോടുകൂടി കെവിൻ്റെയും ഇസബല്ലയുടെയും എല്ലാവരുടെയും എല്ലാ കള്ളക്കളികളും പൊളിയാണ് കേട്ടോ. അതുപോലെ DYSP കുരുവിളയുടെയും കള്ളത്തരം എല്ലാം വെളിയിൽ കൊണ്ടിരുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ദേവിക ചെന്നിട്ട് എൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ശ്രമിച്ചതെന്ന് ചോദിച്ച് നന്ദൻ ഷർട്ടിൻ്റെ കോളറിൽ കയറി പിടിച്ച് നല്ലോണം നന്ദനെ ഇങ്ങനെ ഇട്ട് ഒലയ്ക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി വന്നിട്ട് മോളെ ദേവികെ നീ എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പം ഞാൻ എന്താ ചെയ്യണേന്നോ, എൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച ആളെ ഞാൻ വെറുതെ വിടണമെന്നാണോ പറയണത്, നിങ്ങളൊരു അമ്മയല്ലേ, എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റണമെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് നന്ദൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല, ആ ഋഷിയുടെ കൂട്ടുകാർ നന്ദനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പം നന്ദൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. ആ സമയത്ത് മാധവൻ അങ്ങോട്ട് ചെന്നത്, അങ്ങനെ അബദ്ധത്തിൽ പറ്റിയതാ മോളെ, അല്ലാതെ നന്ദൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയും. അബദ്ധത്തിൽ അങ്ങനെ സംഭവിക്കണേ എങ്ങനെയാ, എന്തായാലും എൻ്റെ അച്ഛൻ അങ്ങനെ സംഭവിച്ചിട്ട് ഒന്ന് ആസ്പത്രി വരെ വരാനോ അച്ഛനെ ആസ്പത്രി കൊണ്ടുപോകാനോ ഒന്നും ഇയാൾ തയ്യാറായില്ലല്ലോ, ഇയാളൊരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ദേവി നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എനിക്ക് അബദ്ധം പറ്റിയതാ. അന്നേരം ആ ഋഷിയുടെ കൂട്ടുകാരെ എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അപ്പോൾ അവരെ എങ്ങനെ എതിർക്കണമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ അവരെ വടിയെടുത്ത് തള്ളണ സമയത്ത് അച്ഛൻ വന്ന് അബദ്ധത്തിൽ അവൻ്റെ ഇടയിൽ കയറിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയതാണ്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല എന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥനും വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നീ മനഃപൂർവ്വം ചെയ്തതല്ലായിരിക്കും, എന്നാലും മാധവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നിനക്കതിൻ്റെ കൂടെ പോകാമായിരുന്നല്ലോ, നീ എന്തുകൊണ്ടാണ് പോവാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട് അത് ദേവി കണ്ട പ്രശ്നമാവൂലേ, അതുകൊണ്ടാണ് ഞാൻ വരാണ്ടിരുന്നത്, അല്ലെങ്കിൽ ദേവിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമല്ലേ എന്ന് ചോദിക്കുമ്പം ദേഷ്യം ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തത് മൊത്തം, നിങ്ങൾ എന്നെ ചതിക്കുമല്ലായിരുന്നോ ഇസബല്ലയുടെ കൂടെ കൂടി, നിങ്ങൾക്ക് ഇസബല്ലയുടെ കൂടെ ജീവിക്കാൻ എൻ്റെ അച്ഛനെ കൊന്നിട്ട് വേണമെന്നൊക്കെ ചോദിച്ച് വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ ഈ പ്രഭാവതി പറയുന്നുണ്ട് ദേവിക അതിര് പെടുന്ന് സംസാരിക്കില്ലേ, നന്ദൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് മനഃപൂർവ്വം ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ അന്ന് ആ പ്ലാന്റിന് അനുമതി കൊടുക്കാൻ പറഞ്ഞ് അമ്മയും മകനും എന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ, അതുപോലെ തന്നെ എൻ്റെ ഫയൽ കട്ടെടുത്തില്ലേ, അതൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ നന്ദൻ പറയുന്നുണ്ട് എന്തായാലും നിന്നോട് ഞാൻ സത്യങ്ങൾ പറയാം ദേവി, ഇനി എനിക്കൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. അന്നേരം ദേവിക പറയുന്നുണ്ട് ഇതുവരെ പറയാത്ത എന്ത് സത്യമാണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്, ഇയാൾ ഭയങ്കര കള്ളനാ, ഇപ്പോഴും എന്നെ പറ്റിക്കാനാണ് നോക്കണേ, ഞാൻ നിങ്ങളുടെ പണ്ടത്തെ ദേവിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ എന്നെ പറ്റിക്കാന്നുള്ള എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ അങ്ങോട്ട് വെച്ചാൽ മതി എന്ന് പറയുന്നു. ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് സിദ്ധാർത്ഥൻ നിൽക്കുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥൻ വന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട് മോളെ മാധവനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അച്ഛൻ്റെ അവസ്ഥ ഇത്തിരി ഗുരുതര, ഒന്നും പറയാറായിട്ടില്ല, എന്തായാലും ഇയാളോട് രണ്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അതുമാത്രമല്ല എന്നെ അച്ഛനെ തല്ലി ഈ അവസ്ഥയിലാക്കിയതിന് ഇയാളെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല, ഒന്നുമില്ലെങ്കിലും ഇയാൾ തല്ലിയത് ഒരു MLAയുടെ അച്ഛനെ അല്ലേന്ന്. അത് കേട്ടതും നന്ദൻ പറയുന്നുണ്ട് ദേവി നീ ഇങ്ങനെയൊന്നും പറയില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ദേവി, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഞാൻ നിന്നോട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, പക്ഷേ നിൻ്റെ അച്ഛനെ തല്ലിയത് മനഃപൂർവ്വം ഒന്നുമില്ല, എന്തായാലും നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പം ദേവി നീ വിശ്വസിക്കണം, നമ്മളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ ചെയ്തത്, അല്ലാതെ ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് തോന്നണ്ടോ എന്ന് ചോദിക്കുമ്പം എന്നാൽ നിങ്ങൾ എന്താ ചെയ്തതെന്ന് സത്യം എന്നോട് പറയാമെന്ന് പറയണം. അങ്ങനെ നന്ദനാണെങ്കിൽ ഞാൻ എല്ലാ സത്യവും ദേവിയോട് പറയാമെന്നും പറഞ്ഞ് പറയാൻ തുടങ്ങുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നന്ദ വേണ്ട അതൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്ന് പറയുമ്പം എന്തെങ്കിലും പ്രശ്നമാവട്ടെ അമ്മ, എന്ത് പ്രശ്നമായാലും എനിക്ക് കുഴപ്പമില്ല, ഇപ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ, ദേവീനെ നഷ്ടപ്പെട്ടു, ജീവിതവും നഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ ജയിലിൽ പോകേണ്ട വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് നന്ദനാണെങ്കിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവിക ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്ത പോലെ പ്രഭാവതിയുടെയും സിദ്ധാർത്ഥൻ്റെയും നേരെ നോക്കുന്നുണ്ട്. അന്നേരം നന്ദൻ പറയുന്നുണ്ട് ആ ഋഷിയെ കൊന്നത് ഞാനാണ്. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട് ഋഷിയെ കൊന്നുവെന്നോ, എന്ന് കൊന്നു, എപ്പോൾ കൊന്നു എന്നൊക്കെ ചോദിക്കുമ്പം അത് കഴിഞ്ഞിട്ടുണ്ടായ കാര്യങ്ങളും ഈ ഇസബല്ല നന്ദനെ രക്ഷിച്ചതും അതുപോലെ തന്നെ ഇസബല്ല ആവശ്യപ്പെട്ടിട്ട് പ്ലാന്റിന് അനുമതി വാങ്ങിക്കൊടുത്തതും ഫയൽ എടുത്തു കൊടുത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ദേവികയോട് നന്ദൻ പറയുന്നുണ്ട്. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട് ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ടാണോ നിങ്ങളത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്, ഇപ്പം തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ പോലീസിനെ വിളിച്ച് പറയുന്നുണ്ടെന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് മോളെ ചതിക്കരുത്, നന്ദൻ്റെ ജീവിതം തകർക്കരുത്, ഇപ്പോൾ ആ കേസ് എങ്ങനെയാണെങ്കിലും മൂടിപ്പോയി, അതുകൊണ്ട് മോളിനി അത് കുത്തിപ്പൊക്കരുതെന്ന് പറയുമ്പം എന്ത് മൂടിപ്പോയിന്ന്, നിങ്ങളൊരു അമ്മയാണോ, ഇതുപോലെയുള്ളൊരു അമ്മയല്ലേ ഋഷിക്കുള്ളത്, അരുന്ധതി മാഡം എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഋഷിയെ കണ്ടെത്തി കൊടുക്കണമെന്ന്, അന്ന് ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞപ്പോൾ അയാൾ അതിന് വലിയ താല്പര്യമൊന്നും കൊടുത്തില്ല, എന്തായാലും ഞാനിനി ഇത് കണ്ടില്ല എന്ന് വയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് ഈ വിവരങ്ങളെല്ലാം പോലീസിനെ അറിയിച്ച് ഇയാളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിൽ അടയ്ക്കുന്നു. അങ്ങനെ
ദേവിക പറയുന്ന സമയത്ത് നന്ദനാണെങ്കിൽ ദേവി നീ എന്നെ ഉപദ്രവിക്കല്ലേ ദേവി, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എന്നെ വെറുതെ വിടണമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല, ഇതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. ഒരു കൊലപാതകം ചെയ്തിട്ട് നല്ല ആളായിട്ട് അങ്ങനെ നടന്നാൽ എങ്ങനെ ശരിയാവണേ, നിങ്ങൾ ജയിലിൽ പോകേണ്ടവനാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് പ്രഭാവതി ആണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, സിദ്ധു ദേവികയോട് ഒന്ന് സംസാരിക്കുക, നമ്മളുടെ മകൻ്റെ ജീവിതമല്ലേ, ദേവിക മനസ്സ് വെച്ചാൽ നമ്മളുടെ മോൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, താനിത് എന്തൊക്കെയാണ് പറയണേ, നന്ദൻ ചെറിയൊരു കാര്യമല്ല ചെയ്തേക്കണേ, ഒരു കൊലപാതക ചെയ്തേക്കണേ, എന്നിട്ടും താനും നന്ദനും അത് മറച്ചു വയ്ക്കുകയല്ലായിരുന്നോ, ഇത്രയും നാൾ എന്നിൽ നിന്നും മോളിൽ നിന്നും അത് മറച്ചു വെച്ചെന്തിനാ, അത് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ പണ്ടേ അതിനുള്ള പ്രതിവിധി കിട്ടിയേനല്ലോ, ഇതിപ്പോൾ കൈവിട്ടു പോയില്ലേ കാര്യങ്ങളൊക്കെ, എന്തായാലും ഇനി പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് തന്നെ തീരുമാനിക്കട്ടെ എന്ന്. അങ്ങനെ ദേവികയാണെങ്കിൽ ഫോണെടുത്ത് ഈ DYSP കുരുവിളേനെ തന്നെയാണ് വിളിക്കണത്. കുരുവിളേനെ വിളിച്ചിട്ട് സാർ അത്യാവശ്യമായിട്ട് ചന്ദ്രോത്ത് വരെ വന്നെന്ന് പറയണോ. നേരം കുരുവിള ചോദിക്കുന്നുണ്ട്, എന്താ മേഡം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, തന്നോട് ഞാനിവിടെ വരാനല്ലേ പറഞ്ഞത്, താൻ അത് കേട്ടാൽ മതി, ഇവിടെ എന്താ പ്രശ്നം എന്നുള്ളതൊന്നും താൻ അന്വേഷിക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് ദേവിക ദേഷ്യപ്പെട്ടതും ഈ കുരുവിള ഞാനിപ്പോൾ തന്നെ എത്താൻ മേഡം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുരുവിള പോലീസുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഫോണെടുത്ത് ഇസബല്ലയെ വിളിക്കുന്നുണ്ട്. ഇസബല്ലേനെ വിളിച്ചിട്ട് ഈ ദേവിക വിളിച്ച കാര്യങ്ങളും ചന്ദ്രോത്തേക്ക് ചെല്ലാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പം ഇസബല്ല ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്തിനായിരിക്കുമോ അവൾ ചന്ദ്രോത്തേക്ക് ചെല്ലാൻ പറഞ്ഞത്, അല്ലെങ്കിൽ തന്നെ അവളിപ്പോൾ ചന്ദ്രോത്തല്ലല്ലോ താമസം, അവൾ നന്ദനുമായിട്ട് പണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവളുടെ അച്ഛനെ നന്ദന അടിച്ചതെന്ന് അറിഞ്ഞിട്ട് പോലീസിൽ അറിയിച്ചതാണോ എന്ന് ചോദിക്കുമ്പം അതല്ലേ ഞാൻ പറഞ്ഞത് ബെല്ല, എനിക്കതൊന്നും അറിയില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ അവരെൻ്റെ തൊപ്പി തെറിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചതെന്ന്. അങ്ങനെ ഈ DYSP കുരുവിളയാണെങ്കിൽ ചന്ദ്രോത്തേക്ക് ചെല്ലുന്നുണ്ട്. ചന്ദ്രോത്ത് ചെന്നതും DYSP അകത്തേക്ക് കയറി വന്നിട്ട് ദേവികയുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് എന്താ മേഡം എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഋഷിയുടെ മിസ്സിങ് കേസ് ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചില്ലായിരുന്നോ. മേഡം, എന്നിട്ട് അതിൻ്റെ അന്വേഷണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക മേഡം, അതിനെന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കുരുവിള പറയുന്നുണ്ട്, വലിയ പുരോഗതിയൊന്നുമല്ല മേഡം, ഋഷി ഏതോ രാജ്യത്തേക്ക് പോയിന്നാണ് തോന്നണേന്ന് പറയുമ്പോൾ അപ്പോൾ അത് നിങ്ങളങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ, അതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല മേഡം എന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്നാൽ ഋഷിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാം, ഞാൻ പറയാം, ഋഷി കൊല്ലപ്പെട്ടു, അതെങ്ങനെയാണ് മേഡം അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കൊല ചെയ്ത ആളായി നിൽക്കണ നന്ദന ഋഷിയെ കൊന്നത്, എത്രയും പെട്ടെന്ന് ഋഷിയുടെ കൊലപാതകീനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ ഹാജരാക്കണം. അത് കേട്ടതും ഈ കുരുവിളിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. സത്യത്തിൽ നമ്മളുടെ ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം കുരുവിളയ്ക്കും ഇസബല്ലയ്ക്കും കെവിനും ആണല്ലോ അറിയാവുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഇപ്പം ഈ നന്ദനാണ് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം അധികം വൈകാതെ എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ള കാര്യം കുരുവിളയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ കുരുവിളയാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായ പോലെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.